കുഞ്ഞിൻ്റെ മുമ്പിലുള്ള ക്രൂരതകളെക്കുറിച്ചുള്ളൊരു കഥ അല്ലെങ്കിൽ അങ്ങനെ ഒരു വാർത്തയാണ് ന്യൂഡൽഹിയിൽ നിന്ന് പുറത്തു വരുന്നത്. ഡൽഹിയിലെ നിഹാൽ വിഹാറിൽ കുഞ്ഞിന് മരുന്ന് നൽകുന്നതിനെ ചൊല്ലി തന്നെ തർക്കത്തിന് പിന്നാലെ പ്രമുഖ IT കമ്പനിയായ അഡോബിയിൽ എഞ്ചിനീയറായ ഭർത്താവിനെ ഭാര്യയും ബന്ധുക്കളും ചേർന്ന് തല്ലിക്കൊലപ്പെടുത്തി എന്നാണ് അറിയുന്നത്. പ്രതിവർഷം 60 ലക്ഷത്തോളം രൂപ ശമ്പളമുള്ള വിനയ് ഗുപ്ത ഇപ്പോൾ മരിച്ചു എന്ന വിവരം പുറത്തു വരുമ്പോൾ ബന്ധുക്കളും സുഹൃത്തുക്കളും എല്ലാവരും ഞെട്ടുന്ന വാർത്തയായി തന്നെ ഇതിനെ കാണുന്നുണ്ട്. 31 വയസ്സുകാരനായിരുന്നു വിനയ് ഗുപ്ത. സംഭവത്തിൽ വിനയ് ഗുപ്തയുടെ ഭാര്യ രേഖ, ഇവരുടെ 2 സഹോദരന്മാർ, സഹോദര ഭാര്യ എന്നിവർ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. 3.5 വർഷം മുൻപ് വിവാഹിതരായ വിനയ് ഗുപ്തയ്ക്കും രേഖയ്ക്കും 4.5 മാസം പ്രായമുള്ള ഇരട്ടക്കുട്ടികളുണ്ട്. നിഹാൽ വിഹാറിൽ കെട്ടിടത്തിലെ 3ാം നിലയിലായിരുന്നു ഇവർ താമസിച്ചിരുന്നത്. താഴത്തെ നിലയിൽ വിനയുടെ മാതാപിതാക്കളും താമസിച്ചിരുന്നു. കഴിഞ്ഞ ദിവസം കുട്ടികൾക്ക് മരുന്ന് നൽകുന്നതിനെ ചൊല്ലി ഇരുവർക്കുമിടയിൽ വഴക്കുണ്ടായി. തുടർന്ന് രേഖ സമീപത്തുള്ള സ്വന്തം വീട്ടിലേക്ക് പോവുകയായിരുന്നു. പിന്നീട് അച്ഛൻ, 2 സഹോദരന്മാർ, അമ്മാവൻ, സഹോദര ഭാര്യ എന്നിവരടങ്ങുന്ന ബന്ധുക്കളുമായി തിരികെ എത്തിയതാണ് വിനയ് ഗുപ്തയെ ക്രൂരമായി മർദ്ദിക്കുകയത് ചെയ്തത്. മർദ്ദനത്തിന് മുൻപേ രേഖ വീട്ടിലെ CCTV ക്യാമറകളെല്ലാം ഓഫ് ചെയ്തിരുന്നു. വിനയുടെ ബന്ധുക്കൾ ഇത് കണ്ട് ആരോപിക്കുകയും ചെയ്യുന്നു. എന്താണ് കൃത്യമായി സംഭവിച്ചതെന്ന് അറിയാനായിട്ട് എല്ലാവരും CCTV ക്യാമറ തന്നെയാണ് നോക്കുന്നത്. അതിൽ ഇവരുടെ തർക്കം മാത്രമാണ് കാണാൻ സാധിക്കുന്നത്. അതിന് പിന്നാലെ തന്നെ ആ പെൺകുട്ടി വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതും കാണിക്കുന്നുണ്ട്, തിരിച്ചു വരുന്നതും കാണുന്നുണ്ട്. അതിനുശേഷമാണ് ക്യാമറ ഓഫ് ചെയ്തത്. തിരിച്ചു വരുന്ന സമയത്ത് പെൺകുട്ടിയുടെ വീട്ടിലെ അമ്മാവനും ചേട്ടനുമൊക്കെ ഉള്ളതും ക്യാമറയിൽ വ്യക്തമായി കാണാം. അതുകൊണ്ട് തന്നെ പിന്നീട് സംഭവിച്ചത് എന്താണെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കൂടി കൂടുതൽ അറിയാൻ സാധിക്കുന്നുണ്ട്. അതിലൂടെ തന്നെ കൂടുതൽ കാര്യങ്ങൾ അറിഞ്ഞിട്ട് എന്താണ് കാര്യമെന്ന് പോലീസ് ഉടൻ തീരുമാനിക്കും അല്ലെങ്കിൽ പറയും എന്ന് തന്നെയാണ് കരുതുന്നത് എന്ന് പറയാം. രേഖയുടെ കുടുംബം എത്തിയപ്പോൾ അതിഥികൾക്ക് ശീതളപാനീയം വാങ്ങാൻ പുറത്തുപോയ മാതാവ് തിരിച്ചെത്തിയപ്പോൾ വിനയെ ക്രൂരമായി മർദ്ദിക്കുന്നതാണ് കണ്ടതെന്ന് പറയുന്നു. ഇവർ തടയാൻ ശ്രമിച്ചെങ്കിലും പ്രതികൾ വിനയുടെ കഴുത്തു ഞെരിക്കുകയും നിരന്തരം ചവിട്ടി പരിക്കേൽപ്പിക്കുകയും ചെയ്തു. പിന്നീട് അയൽക്കാരനെത്തി വിനയെ ചുമലിൽ താങ്ങിയെടുത്ത് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. രേഖയുടെ സഹോദരന്മാർ മുൻപും വിനയെ കൊല്ലാൻ ശ്രമിച്ചിട്ടുണ്ടെന്ന് ബന്ധുക്കൾ ആരോപിക്കുന്നു. ഇപ്പോൾ ഇത്തരത്തിലുള്ള വാർത്തകൾ, അതായത് കുഞ്ഞിന് മരുന്ന് കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട് മാത്രമുണ്ടാകുന്ന ഇത്തരം തർക്കങ്ങൾ അത് കൊലപാതകത്തിലേക്ക് എത്തുമോ എന്നുള്ളതാണ് ചോദ്യം. അതെത്തില്ല എന്ന് തീർച്ചപ്പെടുത്താൻ നമുക്ക് സാധിക്കും. ഓരോ കാര്യങ്ങൾ ഇതിന്റെ പിന്നാലെ തന്നെ സംസാരിക്കുകയും ചെയ്യുന്നുണ്ട്. പ്രേക്ഷകരടക്കം പലരും ഈ ഒരു വാർത്തയെപ്പറ്റി ചോദിക്കുകയും kൃത്യമായി രേഖപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. സോഷ്യൽ മീഡിയയിൽ നിരവധി പേരാണ് ഈ ഒരു വാർത്തയെപ്പറ്റി ചോദിക്കുകയും പറയുകയും ഒക്കെ ചെയ്യുന്നത്. ആരാധകരെല്ലാവരും ഈ ഒരു വാർത്തയെപ്പറ്റി ചോദിക്കുന്നതും ഇത്തരത്തിൽ തന്നെയാണ്. സോഷ്യൽ മീഡിയ പോസ്റ്റുകളോടൊപ്പം തന്നെ നിരവധി പ്രേക്ഷകർ ഈ ഒരു വാർത്തയെപ്പറ്റി ചോദിക്കുന്നത് കേൾക്കാൻ സാധിക്കുന്നുണ്ടെന്നും കൂട്ടിച്ചേർക്കുകയും അതോടൊപ്പം പറയുകയും ചെയ്യുന്നുണ്ട്.